everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 37th lecture on the subject Recovery and Refund of Income Tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax under section 194IA, section 194IB and section 194IC. And in this lecture, we are going to discuss about deduction of tax at source from fees for professional or technical services etc., which comes under section 194J of Income Tax Act 1961, and deduction of tax at source from payment of compensation on acquisition of immovable property, which comes under section 194LA of Income Tax Act 1961. Deduction of tax at source from fees for professional or technical services etc. Section 194J. Professional or technical services ന്റെ ഫീയിലുള്ള TDS ന്റെ ഡിഡക്ഷൻ ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. An individual or HUF who is required to get his accounts audited under section 44AB or any other person who is responsible for paying to a resident any sum by way of fees for professional services or fees for technical services or royalty or compensation received for not carrying any business or profession. Section 28 subsection 5A shall, at the time of credit of such income in the books of account or at the time of payment thereof, whichever is earlier, deduct tax at source at the rate 10%. ഒരു ഇൻഡിവിജ്വലോ HUFO അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സണോ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ റെസിഡൻറ്റ്, ഒരു റെസിഡൻറ്റിന് പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ, അത് ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ അവർ സെക്ഷൻ 44AB പ്രകാരം അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ആൻഡ് ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസസ് ആകാം, അല്ലെങ്കിൽ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് ആകാം, അല്ലെങ്കിൽ റോയൽറ്റി ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ഔട്ട് ചെയ്യാത്തതിന് റിസീവ് ചെയ്യുന്ന കോമ്പൻസേഷൻ ആകാം. സെക്ഷൻ 28 സബ്സെക്ഷൻ 5A. ദെൻ ഈ ഒരു ഇൻകം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് നടത്തുമ്പോഴോ, വിച്ച് എവർ ഈസ് ഏർലിയർ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ ആദ്യം വരുന്നത്, അപ്പോൾ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്, ഈ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ, അത് ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ ആകാം, ഈ ഒരു ഇൻകത്തിൽ 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ. ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ് ₹30,000 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഈ ഒരു പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ₹30,000 കൂടുതലാകുമ്പോഴാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. On any sum paid or payable to a director of a company by way of any remuneration or fees or commission by whatever name called other than those on which tax is deductible under section 192, tax shall be deducted at source at the rate 10%. ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് റെമ്യൂണറേഷൻ ആയിട്ടോ ഫീസ് ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ ബൈ വാട്ട് എവർ നെയിം കോൾഡ് പേ ചെയ്തതോ പേയബിൾ ആകുകയോ ചെയ്യുന്ന സമ്മിൽ 10%ലാണ് TDS ഡിഡക്റ്റ് ചെയ്യുക. ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അറ്റ് ദ റേറ്റ് 10%. ആൻഡ് സെക്ഷൻ 192 പ്രകാരം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന സംസ് ഇതിൽ വരില്ല. Payee is engaged only in the business of operation of call center, tax will be deducted at the rate 2%. Payee engaged ആയിരിക്കുന്നത് ഓപ്പറേഷൻ ഓഫ് കോൾ സെൻറ്റർ ആ ഒരു ബിസിനസ്സിൽ മാത്രമാണെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് 2%. ഓക്കെ. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓൺ അക്വിസിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, സെക്ഷൻ 194LA. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ പേ ചെയ്യുന്ന കോമ്പൻസേഷൻ, ആ പേയ്മെൻറ്റിലുള്ള TDSൻ്റെ ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ റെസിഡൻറ്റ് എനി സം ബീയിങ് ഇൻ ദ നേച്ചർ ഓഫ് കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ or the consideration or the enhanced consideration
On account of compulsory acquisition under any law of any immovable property shall, at the time of payment of such sum in cash or by issue of a cheque or draft or any other mode whichever is earlier, deduct an amount equal to 10% of such sum as income tax. ഒരു പേഴ്സൺ ഒരു റെസിഡൻറ്റിന് ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ എനി ലോ കമ്പൽസറി അക്വിസിഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കോമ്പൻസേഷൻ്റെ നേച്ചറിലോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ്റെ നേച്ചറിലോ കൺസിഡറേഷൻ്റെ നേച്ചറിലോ എൻഹാൻസ്ഡ് കൺസിഡറേഷൻ്റെ നേച്ചറിലോ ഒരു സം പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആകുന്നു. ഓക്കെ, ദെൻ ഈ സം ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ മറ്റേതെങ്കിലും മോഡിലോ പേ ചെയ്യുകയാണ് വിച്ച് എവർ ഈസ് ഏർലിയർ. ആ ഒരു ടൈമിൽ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഈ ഒരു സമ്മിൻ്റെ ഈ പേയ്മെൻറ്റ് നടത്തുന്ന സമ്മിൻ്റെ 10% ഈക്വൽ എമൗണ്ട് ഇൻകം ടാക്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. അതായത് ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്ന സമ്മിൻ്റെ 10% ഇൻകം ടാക്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, however the tax shall not be deducted at source where, അതായത് ഇനി പറയുന്നതിൽ TDSന് റിഡക്ഷൻ ഇല്ല. And the first one is the immovable property is agricultural land situated in urban or non-urban area. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. ആൻഡ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അർബൻ ഓർ നോൺ അർബൻ ഏരിയയിലാണ്. And the second one is where the amount of such payment or aggregate amount of such payments during the financial year does not exceed 2,50,000 rupees. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ്സിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2,50,000 റുപ്പീസിനെ എക്സീഡ് ചെയ്യുന്നില്ല. The third one is where the payment is made in respect of any award or agreement which has been exempted from levy of income tax under section 96 of the Right to Fair Compensation and Transparency in Land Acquisition, Rehabilitation and Resettlement Act 2013. പേയ്മെൻറ്റ് നടത്തുന്നത് ഒരു അവാർഡിൻ്റെയോ എഗ്രിമെൻറ്റിൻ്റെയോ ഭാഗമായിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ലെവി ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നതിൽ നിന്നും അത് എക്സംപ്റ്റഡ് ആണ് അണ്ടർ സെക്ഷൻ 96 ഓഫ് ദ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. Explanation. Immovable property means any land other than agricultural land or any building or part of a building. Immovable property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ലാൻഡ് ആണ് other than agricultural land or any building or part of a building. Okay. We will discuss the coming sections in the next lectures. Thank you.